ഇതിപ്പോ എത്ര നാള് പ്രായമുള്ളതാണ് ഈ വാഴ ഇവിടെ? ഇത് 5 മാസം. ഇപ്പൊ എത്ര ഡോസ് ഇത് വളം ഇട്ടാണ് നമ്മളിപ്പോ? ഇതിപ്പോ സ്റ്റാർട്ടിങ്ങുള്ള വളം കഴിഞ്ഞിട്ട് ഒരു വളം കൂടെ ഇട്ട് ഇനി 2 വളം കൂടെ ഇടണം. 2 വളം എന്ന് പറയുമ്പോ ഫെർട്ടിലൈസർ. ഇപ്പൊ ഏത് സമയത്താണ് നമ്മൾ ഇവിടെ ഇട്ട് തുടങ്ങും? എപ്പോഴാണ് ഇട്ടുണ്ടായെന്ന് വെച്ചാൽ രാവിലെയാണോ വൈകുന്നേരം? വളം ഇടുന്നത് വൈകുന്നേരത്താണ് വേണ്ടത്. വൈകുന്നേരത്തെ ഇട്ടിട്ട് വെള്ളം നനച്ചു കഴിഞ്ഞാൽ ആ രാത്രിയുള്ള അത് മണ്ണിൽ പിടിച്ചിട്ട് ചെടിക്ക് വലിച്ചെടുക്കാൻ സാധിക്കും. ഡേ ടൈമിലാണെങ്കിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എവാപ്പറേറ്റ് ചെയ്ത് പോകുമ്പോൾ ഈ വളത്തിൻ്റെ കണ്ടൻസും കൂടെ എവാപ്പറേറ്റ് ചെയ്ത് അങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. ഡോസാണ്. ഈവനിങ്ങിലാണ് നടക്കുന്നത്. അത് മാത്രമല്ല, വളം ഇടുമ്പോൾ തലേ ദിവസം വെള്ളം നനച്ചിരിക്കണം. തലേ ദിവസം വെള്ളം നനച്ചിരിക്കുമ്പോൾ ആ ഗ്രൗണ്ട് അടുത്ത വളം അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സോഴ്സ് കണ്ടീഷനിലായിരിക്കും. ഇപ്പൊ നമ്മൾ 2 നേരമാണോ വെള്ളം ഒഴിക്കുന്നത്? അതോ ഈ നേരങ്ങളിലാണ് വെള്ളം ഒഴിക്കുന്നത്. പിന്നെ മഴയുള്ള സീസണിൽ ഒഴിക്കണ്ട. ശരിക്കും പറഞ്ഞാൽ എന്നും ഒഴിക്കേണ്ടതൊന്നുമില്ല. വളമിടുന്ന സമയത്ത് 2-3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം നനയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു 3 ദിവസത്തിൽ ഒരിക്കലൊക്കെ നനച്ചാൽ മതിയാവും. ഇപ്പൊ ഓസ് വഴി നമ്മൾ സാധാരണ ഓരോ മൂട്ടിലും എട്ടാമ്പലിന്റെ ഓസ് പിടിച്ച് നമ്മൾ മാൻ പവർ ഉപയോഗിച്ചിട്ട് നനയ്ക്കും. ഡ്രിപ്പ് ഇറിഗേഷൻ അങ്ങനത്തെ സിസ്റ്റം ഒന്നും നോക്കി ചെലവിന്റെ വെച്ചിട്ടൊന്നും ചെയ്തിട്ടില്ല. ചെയ്താൽ നല്ലതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. നല്ല ഗ്രൗണ്ട് ലെവലുള്ള പുരയിടം കൂടെ കിട്ടിയാൽ എല്ലാത്ത പുരയിടത്തും ചെയ്യാം. അത് ചെയ്യാം, വർക്ക് ചെയ്യാം. കോസ്റ്റ്ലി ആണ്. പിന്നെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള സബ്സിഡി വല്ലതും ഒക്കെ തരികയാണെങ്കിൽ അവരുടെ ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നാൽ നല്ലതായി. പിന്നെ മേ ബി നട്ട സ്റ്റേജിൽ ഒരു പ്രാവശ്യം അവിടെ ആൾക്കാർ വന്ന് കണ്ടിട്ട് പോയി, പിന്നെ അവർ വന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഫോളോ അപ്പ് പോലെ അവർ വന്നിട്ട് സമയം മന്ത്ലി പെർ മന്ത് ഒരു ടൈമെങ്കിലും വന്ന് കണ്ടിട്ട് ഇതിനുള്ള ഇൻസ്ട്രക്ഷൻ നമുക്ക് തരേണ്ടതുണ്ട്. തമിഴ്നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടെന്ന് കേൾക്കുന്നു. കർഷകന്റെ കൂടെ നിൽക്കുന്നു അഗ്രികൾച്ചർ ഓഫീസേഴ്സ്, കൂടെ നിന്ന് ഇപ്പോൾ എന്ത് വളം ചെയ്യണം, ഇങ്ങനെയുള്ള പേഷ്യൻസിൻ്റെ കൂടെ ഡോക്ടേഴ്സ് എന്നിട്ട് ഇന്ന മെഡിസിൻ കൊടുക്കണം എന്നൊക്കെ പറയുന്നത് പോലെ അതുപോലെ ഇങ്ങനെ ചെയ്താൽ നമുക്ക് നല്ല വിളവെടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. വേറെ നെല്ല് വിളയിക്കാൻ വേണ്ടി ഒരു സൂചന പൊടിക്കുമോ വളരുമോ എന്നറിയാൻ വേണ്ടി ഞാനിങ്ങനെ നട്ടിരിക്കുന്നു. ഇതെന്തായാലും വെറൈറ്റി ആകാൻ വേണ്ടിയിട്ടെങ്കിലും അങ്ങനെ എനിക്കറിയില്ല. എങ്കിൽ 2 വിത്ത് എനിക്ക് കിട്ടി, പൊടിച്ച് കിട്ടി. ഞാനിവിടെ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് നടത്തിയിരിക്കുന്നു. അത് ഈ വാഴയുടെ ഈൽഡ് അനുസരിച്ചിട്ട് നിൽക്കും. ഈ വാഴയ്ക്ക് ഈൽഡ് കൂടുതൽ കിട്ടുകയാണെങ്കിൽ അത് ചെയ്യില്ല. ഇല്ലെങ്കിൽ ഞാൻ പരീക്ഷണാർത്ഥം ഒരു തട്ട് ലെവൽ ചെയ്തിട്ട് നെൽകൃഷി ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. മനസ്സ് വിചാരിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ഇപ്പൊ കൃഷി ചെയ്യാൻ ഒറ്റയ്ക്കാണോ അതോ കൃഷി ഞാനുണ്ട്, മോനുണ്ട്, വൈഫുണ്ട്. പിന്നെ ചില ഈ എർത്ത് വർക്കൊക്കെ ലേബേഴ്സിനെ കൊണ്ട് ചെയ്യിക്കും. അത് എന്നെ കൊണ്ട് സാധിക്കില്ല. പിന്നെ കമുകൊണ്ട് എടുത്തോ. ഈ കമു നട്ട് നിൽക്കുന്നത് ഇടവിളയായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ കമു നട്ട് ഈ കമു വളർന്നു കഴിയുമ്പോൾ ഇതിൽ കുരുമുളക് ഇടുക എന്നുള്ള ഒരു ഐഡിയോടെ എനിക്കുണ്ട്. മണ്ടയിൽ നിന്ന് കമു പാക്കടക്കാം, മുട്ടിൽ നിന്ന് കുരുമുളക്. മൾട്ടിപർപ്പസ് ആണ് എന്റെ കൃഷി. നമ്മൾ എല്ലാ ചെടി ഒരുമിച്ച് തന്നെയാണ് നട്ടേക്കണം. അപ്പോഴേ ഒരുമിച്ചാണ് നട്ടത്. ഈ വാഴയൊക്കെ മേ ബി 1 or 2 year കൊണ്ട് കംപ്ലീറ്റ് ആയൊക്കെ മാറും. അന്നേരം ഇത് എക്സിസ്റ്റ് ചെയ്യും. പയറ് 2 മാസമോ 2.5 മാസമോ കൊണ്ട് അത് തീർന്നു പോകും. പിന്നെ ഒന്നേന്ന് കൃഷി ചെയ്യണം. ഇതൊക്കെ ആകുമ്പോൾ ഇവിടെ നിൽക്കും. നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത പോലെ, നമ്മുടെ ലാൻഡ് ഡെക്കറേറ്റ് ചെയ്ത പോലെ ഇതൊക്കെ നിൽക്കും. വെജിറ്റബിൾ കൃഷിയാണെങ്കിൽ 2-3 മാസം കൊണ്ട് അത് തീർന്നു കഴിഞ്ഞാൽ ഒന്നേ നമ്മൾ ആ കൃഷി സ്റ്റാർട്ട് ചെയ്യണം. വെറ്റിലയാകുമ്പോൾ അങ്ങനെയല്ല. ഒരിക്കൽ കൃഷി സ്റ്റാർട്ട് ചെയ്താൽ അതിനെ ഇടയ്ക്ക് പതിവ് വയ്ക്കണം എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. അതിലൂടെ അത് ലോങ് പ്രോസസ്സായിട്ട് അവിടെ തൈ നിൽക്കും. ഇവിടെ ഡാമേജായി പട്ടു പോകുന്നില്ല. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് വെറ്റില കൃഷിക്ക്. വെറ്റില നമ്മൾ ആൾക്കാരെ മുറുക്കാൻ പാടില്ല, മുറുക്കാൻ ഉപയോഗിക്കുന്ന പാൻ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നെങ്കിലും ചില മെഡിസിനൊക്കെ വെറ്റില ഉപയോഗിക്കുന്നതായിട്ട്, ആയുർവേദ മെഡിസിൻ ഉപയോഗിക്കുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് വെറ്റിലയുടെ പ്രൊഡക്ഷൻ വേണ്ടായെന്ന് വയ്ക്കുന്നില്ല. മാർക്കറ്റിൽ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ മാർക്കറ്റ് വില അനുസരിച്ചാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് വില അനുസരിച്ച് ശരാശരി ഒരു 100 വെറ്റയ്ക്കാണ് ഒരു കെട്ടെന്ന് പറയുന്നത്. 100 വെറ്റയ്ക്ക് 101 വെറ്റ വയ്ക്കും. 100 വെറ്റയ്ക്ക് 100 രൂപ കിട്ടും. ശരാശരി ഒരു വെറ്റയ്ക്ക് 1 രൂപ. എന്നാൽ ചിലർ മാർക്കറ്റിൽ കൊണ്ടുവരുമ്പോൾ 150-160 വെറ്റ വെച്ച് കെട്ടി വരും. അവർക്ക് കൂടുതൽ വില കിട്ടും. വെറ്റക്കെട്ട് പറയുമ്പോൾ
101 പിള്ളയ്ക്ക് ഒരു അരഞ്ഞാണം എന്ന് പറയും. 101 വിറ്റ വെച്ചിട്ട് ഒരു കെട്ട് കെട്ടുന്നത്, അതാണ് 101 പിള്ളയ്ക്ക് ഒരു അരഞ്ഞാണം എന്ന് പറയുന്നത് പഴമൊഴി. കുട്ടികളൊക്കെ ഇപ്പൊ വന്നായിരുന്നോ അതോ വെറ്റില തൈ നമ്മൾ തയ്യാറാക്കുന്നു. വേറെ പ്ലോട്ടുണ്ട്, ആ പ്ലോട്ടിൽ നിന്ന് വെറ്റില വള്ളി കട്ട് ചെയ്ത് കൊടുക്കുന്നത്. വെറ്റില കൃഷിക്കായിട്ട് ഒരു പ്ലോട്ട് ഞങ്ങൾ തയ്യാറാക്കണം. എത്ര മൂട് വെക്കാനുള്ള ഇതാ ഇത് ഏകദേശം 200 മൂട് വയ്ക്കും.